ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വാനില മാർബിൾ കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായി ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ നമ്മുടെ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ പാൽപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു സോഫ്റ്റ് കിട്ടും നമ്മുടെ കേക്കിന്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നമ്മളൊരു അരിപ്പയിലേക്കിട്ട് ഒരു 2-3 തവണയൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതായത് നമ്മളിതിപ്പം ബീറ്ററൊന്നും ഉപയോഗിച്ചല്ല വയ്ക്കുന്നത്. സാധാരണ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാവരുടെയും വീട്ടിലുള്ള മിക്സി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലെ മുട്ട തന്നെ ആവാൻ ശ്രദ്ധിക്കണേ. അതിലേക്ക് 1 സ്പൂൺ നമ്മുടെ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പഞ്ചസാര കൂടിയാണ്. ഇത് ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ കൂടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നമ്മുടെ ബാറ്റർ ഒന്നുകൂടി അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലതായിട്ടൊന്നും അടിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പാനിലേക്ക് നമ്മുടെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്റർ എല്ലാം നല്ല സോഫ്റ്റായിട്ട് ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറേശ്ശെയായിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ. കാരണം ഒരുമിച്ച് എല്ലാം കൂടെ ചേർത്തല്ല അത് കട്ട പിടിക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പം ഒരു 2-3 തവണയായിട്ട് നമ്മൾ കുറേശ്ശെയായി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ മൈദ എല്ലാം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ശകലം റൂം ടെമ്പറേച്ചറിലുള്ള പാൽ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ എനിക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല, കറക്റ്റായിരുന്നു കേട്ടോ. അപ്പം നമ്മളിപ്പോൾ മാർബിൾ കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ മിക്സും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ അതും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു ലേശം പാലും അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററും കൂടെ ചേർത്ത് നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. 1 സ്പൂൺ പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ നമ്മുടെ കേക്ക് ടിൻ റെഡിയാക്കാം. അപ്പോൾ കേക്ക് ടിന്നിലേക്ക് ഒരു അല്പം നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാനില മിക്സ് നമുക്ക് ഫസ്റ്റ് തന്നെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊക്കോ പൗഡറിൻ്റെ മിക്സ്, ചോക്ലേറ്റ് മിക്സും കൂടെ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ കുറേശ്ശെയായി വാനില മിക്സും കൊക്കോ പൗഡറിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 1 സ്പൂൺ കുറേശ്ശെ ഞാൻ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വാനില മിക്സാണ് കൂടുതലായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വാനില മിക്സ്, ഇപ്പോൾ നമ്മൾ വാനില മിക്സാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് വാനിലയുടെയും ചോക്ലേറ്റ് മിക്സും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നമ്മുടെ കേക്ക് ടിൻ റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കുക്കറൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. കുക്കറിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി പോട്ടിൽ നമുക്ക് വെക്കാൻ പറ്റും. അതിലേക്ക് ഒരു ചെറിയൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ നമ്മുടെ ബാറ്റർ മുഴുവനായിട്ട് തന്നെ നമ്മുടെ കേക്ക് ടീനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ഫ്ലേവർ വരയ്ക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്യുമല്ലോ അല്ലേ. ഇപ്പോൾ നമ്മുടെ മൊത്തത്തിൽ നമുക്ക് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കറിലേക്ക് നമുക്കത് വെച്ച് കൊടുക്കാം. കുക്കർ ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതിലേക്ക് ഇറക്കി കൊടുക്കാം. കൈ പൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മുടെ വിസിൽ മാറ്റിയിട്ട് നമുക്കൊരു 40 മിനിറ്റ്സ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതായത് നമ്മളിപ്പം ഫസ്റ്റ് ഒന്ന് തീ കൂട്ടി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നീട് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുത്തിരിക്കുന്നത്. കറക്റ്റ് 40 മിനിറ്റ്സ് കൊണ്ട് തന്നെ എനിക്ക് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് മറിച്ചിടാനൊന്നും ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. നല്ല സോഫ്റ്റുമാണേ. അപ്പം നമ്മുടെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. ഇപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റുമാണ്. നമ്മളൊന്ന് കുറച്ച് ചൂട് കുറയാനൊന്ന് വെയിറ്റ് ചെയ്യണം. ഞാനത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അതൊന്ന് കുറച്ച് നല്ല ചൂടാണ് ട്ടോ. ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു. കാരണം വെച്ചാൽ അതിന് ചൂട് ഒരു 20 മിനിറ്റെങ്കിലും വെച്ച് നമ്മളതിൻ്റെ ചൂടൊന്ന് കളയണം. എങ്കിലും നമ്മുടെ ധൃതി കാരണം നമ്മൾ പെട്ടെന്ന് അത് കട്ട് ചെയ്തു കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാനില മാർബിൾ കേക്ക് നമ്മൾ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനും അത്ര തന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം കേട്ടോ. താങ്ക് യു.